കുട്ടനാട് എങ്ങനെയാണോ കേരളത്തിന്റെ നെല്ലറയായത് അതുപോലെ തലയുയർത്തി നിൽക്കുന്ന വാഴത്തോട്ടങ്ങളാണ് സമൃദ്ധമായ ഒരു നാട്. അത് കാസർഗോഡ് മടിക്കയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിന്നും ഉയർന്നു കേൾക്കുന്നത് കർഷകരുടെ വിലാപമാണ്. മടിക്കൈക്കാരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പും അധ്വാനവുമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ തറയിൽ മുട്ടിക്കിടക്കുന്നത്. ആയിരക്കണക്കിന് വാഴകളാണ് മെയ് മാസത്തിൽ മാത്രം പെയ്ത മഴയിൽ കൂപ്പുകുത്തിയത്. കൊല വിൽക്കാൻ കൊണ്ടുപോയാൽ അവിടെ ഫസ്റ്റ് എടുക്കുന്നില്ല, സെക്കൻഡ് എടുക്കുന്നില്ല, തേർഡ് പോലും നിങ്ങൾ ഈ കാണുന്ന കൊലയൊക്കെ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോയി ഇതുപോലത്തെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ 10 പശുക്കളുണ്ട്. എനിക്ക് 5 കൊല വീതം വെച്ചിട്ട് ദിവസം പൂങ്ങി കൊടുക്കുക കാലിക്ക്. വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ ഒരു 5 ലക്ഷം രൂപ ഞാൻ ഏകദേശം പ്രതീക്ഷിച്ചാണ്, അതെല്ലാം പോയി. ഒന്നുമില്ല, ബാങ്കിലെ ലോൺ അങ്ങനെ ബാക്കിയാണ്. കാലാവസ്ഥയുടെ കെടുതി മൂലം പല വീടുകളും അരപ്പട്ടിണിയിലായി. വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ദുർഗതി വന്നു. ഇതിനെക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാർ ജീവിതം ഇത് കടുക്ക, ഇത് നോക്കുക, അതടക്കുക, ഇത് സ്വർണ്ണം പണയം വെക്കും, അങ്ങനെ എടുത്തിട്ട് വാഴ നോക്കും, അങ്ങനെയാണ് ജീവിക്കല്. കുറച്ച് ചെയ്ത് തന്നെ അതെല്ലാം നഷ്ടത്തിന് തന്നെ പോയതല്ലോ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് സൊസൈറ്റി ചാടലും കരിക്കായി എടുക്കലും സെക്കൻഡ് എടുക്കലും ഇതെല്ലാം തന്നെ ചളി വിറ്റിട്ട്. കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഇതിനോടകം തന്നെ 5000 വാഴകൾ നശിച്ചു എന്നതാണ് പ്രാഥമിക വിവരം. വിളകൾ ഇൻഷൂർ ചെയ്തവർക്ക് മാത്രമേ നഷ്ടപരിഹാര തുക പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ഇൻഷൂർ ചെയ്തിട്ടുണ്ട്, 1000 വാഴയും ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം നമ്മൾക്ക് ഒരു ഗവൺമെൻറ് സഹായം കന്നിന് 12 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1500 കന്നിന് 20,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൃഷിഭവനിൽ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിട്ട്. ഇപ്പോൾ ഇൻഷൂർ 1000 വാഴയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവർ വന്ന് നോക്കി അപേക്ഷയും കൊടുത്തു, എല്ലാം നോക്കി പോവുകയും ചെയ്തു. സർക്കാർ സംവിധാനങ്ങൾക്കോ കാർഷിക സൊസൈറ്റികൾക്കോ പോലും സംഭരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ അളവ്. മുൻകാലങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെയുള്ള കർഷകർക്ക് ലഭിച്ചിരുന്നത്. ഇനിയും പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാൽ മടിക്കയിലെ കർഷകർ ഈ തൊഴിൽ മേഖല പൂർണ്ണമായും ഉപേക്ഷിച്ചേക്കും. നമുക്ക് ഈ കണിച്ചെറ താഴെ ഫുള്ള് 100% പോക്കാണ്. ഒരാൾ രക്ഷപ്പെടില്ല. ഒരു 1.5 ലക്ഷത്തോളം വാഴ നമുക്ക് ശരിക്ക് VAPCൻ്റെ കീഴിലുണ്ടാവും. അതിൽ ഇപ്പോൾ ചിലവ് പറഞ്ഞില്ല അവർ. അപ്പോൾ നല്ലൊരു ബാധ്യത കർഷകർക്ക് വരും. കാരണം ഈ പാട്ടമെടുത്തിട്ടൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യൂല. എന്നാൽ കൃഷി പോയ പോലെ തന്നെ ഈ ഇത്രയും ആൾക്കാരിപ്പോൾ വെറുതെ ഇരിക്കേണ്ടി വരും. പേമാരി പോലെ ആർത്തരച്ചു വീഴുകയാണ് ഈ കർഷകരുടെ കണ്ണീർ. ഇവരുടെ വേദന അധികൃതർ കാണാതെ പോകരുത്. മടിക്കയിൽ നിന്നും വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.